നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2.5 വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഗൾഫ് രാഷ്ട്രങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ കടന്നിരുന്നു. ഇതിന് പിന്നാലെ നാട്ടിലേക്ക് വരാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് നേരിടേണ്ടി വന്നത് കനത്ത ദുരിതമാണ്. അവധികൾ പ്രഖ്യാപിച്ചതോടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. എന്നാൽ ഇതാ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ഈടാക്കുന്ന ഉയർന്ന നിരക്ക് കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവർക്ക് NCP ഓവർസീസ് സെൽ ദേശീയ അധ്യക്ഷൻ സാബു ഫ്രാൻസിസ് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കോവിഡ് മഹാമാരി മൂലം ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിദേശത്ത് തുടരുന്ന സാഹചര്യമാണ് ഉരുവായിരുന്നത്. എന്നാൽ ഇപ്പോൾ കർശന യാത്രാ നിയന്ത്രണങ്ങൾ മാറിയ സാഹചര്യത്തിൽ പല അത്യാവശ്യങ്ങൾക്കുമായി നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നവർക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഭീമമായ തുകയാണ് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന കമ്പനികൾ ഈടാക്കുന്നത്. കോവിഡ് മഹാമാരി കാരണം തൊഴിൽ നഷ്ടപ്പെട്ട് വരുമാനം നിലയ്ക്കുകയും കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ സാധാരണക്കാരായ പ്രവാസികൾ വർഷങ്ങളായി നാട്ടിലേക്ക് കുടുംബത്തോടൊപ്പം മടങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുകയായിരുന്നു. ഭീമമായ ടിക്കറ്റ് ചാർജ് താങ്ങാൻ പറ്റുന്ന അവസ്ഥയല്ല ഇന്ന് ഇവർക്ക് ഉള്ളതെന്നതും ശ്രദ്ധേയമാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടി വരെയാണ് പല വിമാന കമ്പനികളും ഇപ്പോൾ നിരക്ക് ഈടാക്കുന്നതെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതെ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ തന്നെ കുറഞ്ഞത് 4 കുടുംബത്തിന് 2 ലക്ഷം രൂപ പോലും ടിക്കറ്റിനായി മുടക്കേണ്ട അവസ്ഥയാണുള്ളത്. പ്രവാസികളുടെ അടിയന്തര പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഇടപെടണമെന്ന് ബഹ്റൈൻ ONCP പ്രസിഡന്റ് FM ഫൈസൽ, സെക്രട്ടറി രജീഷ് എട്ടുകണ്ടത്തിൽ, ട്രഷറർ ഷൈജു കൻപ്രത്ത്, വൈസ് പ്രസിഡന്റ് സാജിർ ഇരുവേരി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ നയീം പൻകാർക്കർ, അയാസ് ഷെയ്ഖ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.